ധാർമ്മികതയുടെ അടിസ്ഥാനം നിരീശ്വരവാദം എന്ന് പറഞ്ഞ താങ്കളോട് ആശിഷ് പറഞ്ഞു ക്രിസ്ത്യാനിറ്റി എന്ന ആശയത്തിൽ നിന്ന് ഹോസ്പിറ്റൽ, സ്കൂൾ, യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടായി. എന്നാൽ മൂക്കിപ്പനി വന്നാൽ പോലും പോയി കാണിക്കാൻ ക്ലിനിക്ക് അവകാശപ്പെടാൻ നിരീശ്വരവാദികൾ ക്ലിനിക്ക് ഉണ്ടാക്കുന്നൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. നിരീശ്വരവാദികളല്ല, നിരീശ്വരവാദത്തെ പറ്റിയാണ് പറയുന്നത്. നിരീശ്വരവാദികളെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. നിരീശ്വരവാദികൾ ആരും അതിൻ്റെ പേരിൽ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. ക്ലിനിക്കൊക്കെ ഉണ്ടായത് ഈ പറയുന്ന യാക്കോബിൻ്റെ വചനം നിരാകരിച്ചുകൊണ്ടാണ്. രോഗബന്ധം എന്നെ ചെയ്യണമെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. അത് നിരാകരിച്ചുകൊണ്ടാണ് ക്ലിനിക്കുണ്ടായത്. എന്ത് വഴിയിലാണ് ഈ പറയുന്ന ഇന്നത്തെ രീതിയിലുള്ളൊരു കുതിച്ചുചാട്ടം ആരോഗ്യ മേഖലയിൽ ഉണ്ടായത്? തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള എവിഡൻസ് ബേസ് മെഡിസിൻ സ്വീകരിച്ചുകൊണ്ട്. അത് വരുന്നോടം വരെ ഒന്നുമില്ലായിരുന്നു, കുറച്ച് കാലേ ആയുള്ളൂ. ഇപ്പൊ ദൈവം ആണ് ഇതെല്ലാം ഉണ്ടാക്കിയെങ്കിൽ ഒരു 50 കൊല്ലം മുമ്പ് ഒരു പ്രത്യേക അസുഖം ഏതെങ്കിലും ഇന്ന് പിന്നെ ചികിത്സ കണ്ടുപിടിച്ച ഒരസുഖം ഒരു 50 കൊല്ലം മുമ്പ് വരുന്ന ഒരാൾ മരിച്ചു പോകും. അത് പറഞ്ഞുണ്ട്. വന്നാൽ മരിക്കുമെന്ന് ഉറപ്പായ പല രോഗത്തിന് ഇന്ന് മരുന്ന് കണ്ടുപിടിച്ചു. ക്രിസ്തുവിന്റെ കാലത്ത് ഇല്ലാത്തത്. അന്ന് ദൈവം ഇല്ലായിരുന്നു. ദൈവം എന്തുകൊണ്ട് ആ മരുന്ന് അന്ന് അനുവദിച്ചില്ല? ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇപ്പം മാത്രം ദൈവം അനുവദിച്ചെങ്കിൽ അന്നില്ലാത്തതും ഇന്നുള്ളതുമായൊരു സാധനമാണ് അതിന് കാരണം. മെഡിസിന്, മോഡേൺ മെഡിസിൻ ഇന്നുണ്ട്, അന്നില്ല. അന്നില്ലാത്തതും ഇന്നുള്ളതുമായ ഒരു സാധനമാണ് അതിന് കാരണം. അതൊരിക്കലും ദൈവമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ, ദൈവം ഇന്നാണ് ഉണ്ടായെന്ന് 20 വർഷത്തെ ക്രിസ്ത്യാനിയുടെ ചരിത്രം പറഞ്ഞ പോലെ ഇപ്പോഴാണ് ദൈവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ ദൈവമല്ല അതിന്റെ കാരണം ഈ ക്ലിനിക്ക് ഉണ്ടാക്കി.